ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉഴുന്ന് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഈ ഒരു നെയ്റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കഴുകി എടുത്തിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കുക. ഒരു 3 കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതൊന്ന് കുതിർത്തിയെടുക്കാനാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി. ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം 2 ടേബിൾ സ്പൂൺ കറിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. കറിയിലിടുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറില്ലേ, സാധാ ചോറ് ചേർത്ത് കൊടുക്കുക. ചോറില്ലെങ്കിൽ വെള്ളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതൊരു കപ്പ് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതൊരു 4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതാ 4 മണിക്കൂറിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കുകയാണ്. ഉഴുന്നിൻ്റെ മിക്സാണ് ഞാൻ ആദ്യം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം പേസ്റ്റ് മാതിരി അരച്ചെടുക്കുന്നുണ്ട്. അതിതാ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഹൈറ്റുള്ള പാത്രം തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. ചിലപ്പോൾ ഇത് പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈറ്റുള്ള പാത്രം വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്തതായിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കൂടി പോവരുത്, അതിൻ്റെ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി കൈ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലൊരു ചൂടുള്ള സ്ഥലത്ത് ഒരു 10 മണിക്കൂർ അടച്ച് വെച്ചിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഒരു 10 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നല്ല ബബിളായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഒരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു. ഇനിയിപ്പം ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം പരത്തി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പം ഇത് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുക. ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലതും ചെയ്ത് കൊടുക്കാം. ചട്ടീൻ്റെ ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം കൊടിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ വെള്ളമൊക്കെ കൊടിഞ്ഞതിന് ശേഷം മാവ് കോരി ഒഴിച്ചിട്ട് നല്ലോണം പരത്തി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇനി നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിങ്ങിൻ്റെ ജാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വിട്ടുപോയതാണ്, ഇതിൽ കാണിച്ചിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. അതിന് മുന്നായിട്ട് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള. ഇനിയിപ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചൂടോടെ തന്നെ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സിലേക്ക് ഇത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശയിലേക്കുള്ള ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിനിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചട്നിയും സാമ്പാറും ഈ ഒരു ദോശയും നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല നെരിച്ചിലോട് കൂടിയിട്ടുള്ള നല്ലൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയ ശേഷം എന്തായാലും ബാഡ് കമൻറ്റ് ആണെങ്കിലും അല്ലാതെ നല്ല കമൻറ്റ് ആണെങ്കിലൊക്കെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.